ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ 2026 ചെറിയ പെരുന്നാൾ വന്നെത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പെരുന്നാളിൻ്റെ അവസാനഘട്ട കുറച്ച് ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് പെരുന്നാൾ ദിവസമായിരിക്കും. അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ വീഡിയോ നമ്മൾ അടുത്തൊരു വ്ളോഗിൽ ഇടുന്നതായിരിക്കും ഇൻഷാല്ലാ, വൈകിട്ടോ നാളെ കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് വീഡിയോയിൽ ചോദിച്ച ആൾ അതായിരിക്കുന്നുണ്ട്. റമീസ് എവിടെ? റമീസ് വരണില്ലേ? റമീസിനെ കാണാൻ ആരൊക്കെ പൂതിയാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടമ്മ. ആരാണോ റമീസിനെ കാണാൻ പൂതിയായിട്ടൊക്കെ ഇരിക്കുന്നത്? കൊണ്ടുണ്ട്, കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻറ്റ് ഉണ്ട്. കമൻറ്റ് ഉണ്ട്. അപ്പോൾ റമീസ് എത്തണില്ലെന്ന് കുറേ ആൾക്കാർ ചോദിച്ചു. റമീസിനെ കണ്ടിട്ട് കുറേ നാളായി, പെരുന്നാളിന് എത്തൂലേന്ന്. അപ്പോൾ റമീസ് ഇല്ല, റമീസ് ഇന്ന് എപ്പോഴാണ് എത്തിയതുമ്മ? 9 മണി, രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ റമീസ് അവിടെ എത്തി കേട്ടോ. റയാനും വന്നില്ലേ, കുഞ്ഞുമാടെ മോനും റമിയും കൂടി ഒരുമിച്ചാണ് പിന്നെ എത്തിയത്. നിങ്ങൾ ട്രെയിനിലാണ് വന്നത്? ട്രെയിനിൽ വന്നല്ലേ പാപ്പാ വരി. അപ്പോൾ പിന്നെ ട്രെയിനിൽ വന്ന് വർക്കിൽ ഇറങ്ങിയതിന് ശേഷം നേരെ ഇവിടെ വന്നിട്ട് റമീസിന് ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയി റമീസിന് ഒരു ഷർട്ട് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ റയാന് റമീസിന് ഷർട്ട് എടുക്കാനുള്ളതുകൊണ്ട് അവർക്കൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നു. നമ്മളൊക്കെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം പോയി എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പെരുന്നാളൊക്കെ ഏതുവരെ? ഏകദേശം എല്ലാം നമ്മൾ ഒതുക്കിയില്ലേ? ഇറച്ചി കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ പോയി ചന്തയിൽ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സുകൾ എടുത്തു, എല്ലാതും ചെയ്തു. ഇനിയിപ്പോൾ അതേ ഇവിടെ അടുത്ത ചക്കര എവിടെയെന്ന് വെച്ചാൽ ചക്കര ദേ എന്താ ചക്കര മുഖത്തൊക്കെ ഇരിക്കണമെന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കും. ചക്കര ഇവിടെ ദേ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കണേ, കണ്ടോ? ചക്കര ഇവിടെ ദേ പെരുന്നാളായിട്ട്, പെരുന്നാൾ വരണമെന്നുണ്ടെങ്കിൽ മൈലാഞ്ചി വേണമല്ലേ ചക്കര? മൈലാഞ്ചി എത്തിയാലേ പൊലിവ് കിട്ടുള്ളൂ ചക്കരക്ക്. ചക്കരക്ക് എന്നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ ദേ ഇതാക്കിക്കോട്ടെ. ഇതാരട്ടന്നത്? ഇത് ഇത് ചക്കര സ്വന്തമായിട്ട് ഇടുന്നു. അലാനാന്റെ ആദ്യത്തെ പെരുന്നാളാണ്. അലാനക്ക് മൈലാഞ്ചി ഇല്ലേ? അലാന നമുക്ക് മൈലാഞ്ചി ഇല്ലേടാ? എന്റെ കുട്ടിക്ക് എന്താ ചക്കര മൈലാഞ്ചി ഇട്ടെടുക്കാത്ത? അതാ പോയി ഇതൊക്കെ താത്തിട്, പെൺകുട്ടിയാണേ ഇതൊക്കെ താത്തിടേ. അച്ഛേ മൈലാഞ്ചി എന്താ ഇടാത്ത? മമ്മ ഇട്ടെന്നില്ല മൈലാഞ്ചി? എല്ലാവർക്കും ഈദ് മുബാറക് പറയ്. നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈദ് മുബാറക്. അടുത്ത പെരുന്നാളില് പറയും. അടുത്ത വലിയ പെരുന്നാള് നടക്കണം കേട്ടോ. വലിയ പെരുന്നാളില് നടക്കണം. നോക്കട്ടെ, ഒരു കുട്ടി പർദ്ദ വാങ്ങണം. ഇവിടെ മൈലാഞ്ചി ഇട്ടാൻ പറയ്, മമ്മനോട് പറയും മൈലാഞ്ചി ഇട്ടുണ്ടാ പറയ് പൊന്നു. അതേപോലെ മമ്മ മൈലാഞ്ചി ഇട്ടേക്കണോക്കെ. ഓ അപ്പോ മൈലാഞ്ചിയൊക്കെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ കഴിക്കും? ഫ്രൂട്ട്സ് കഴിക്കി. കയ്യില് നോക്കണം. എന്നിട്ട് അതിന്റെ പിന്നെ ചുരണ്ടി ഇളക്കിയത് മൈലാഞ്ചി. അലാന നാളെ പെരുന്നാള് കുപ്പായൊക്കെ ഇട്ട് പെരുന്നാള് കൂടും. എന്റെ കുട്ടി പെരുന്നാള് കൂടും. അല്ല ഇന്ന് മാമായി കുഞ്ഞുമായൊക്കെ ഒന്നും അവരും എടുത്തോണ്ടില്ലേ ഡ്രസ്സ്? അവരും കൊണ്ടുവന്നു. പെരുന്നാളിന് കുട്ടി കൊണ്ടുപോയി. ഓ പശുമ്പ അപ്പോ നമ്മളെ പോലെ തന്നെ നിങ്ങൾക്കും എല്ലാവർക്കും വീട്ടില് പെരുന്നാളൊക്കെ പിന്നെ സന്തോഷമായിട്ട് കൂടാൻ പറ്റട്ടെ. അതാണ് ഇന്നത്തെ. പിന്നെ നമ്മൾ ശരിക്കും പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാല് മറ്റന്നാൾ പെരുന്നാളാവുന്നില്ല വിചാരിച്ച്. അതായത് വെള്ളിയാഴ്ച കൂടി നോമ്പ് കിട്ടി 30 നോമ്പ് കംപ്ലീറ്റ് ആയിട്ട് ശനിയാഴ്ച പെരുന്നാൾ കൂടാന്നൊക്കെ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നതല്ലേ. പക്ഷേ അതിനുശേഷമാണ് അറിഞ്ഞത്. ആ സമയത്ത് വരെ നമ്മൾ ന്യൂസിലൊക്കെ നോക്കിയപ്പോ പിന്നെന്താണ് കോഴിക്കോടൊക്കെ എന്താണ് പിറ കാണാൻ വെയിറ്റ് ചെയ്യാണ്, കാണാൻ സാധ്യത കുറവാണെന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു. പരപ്പനങ്ങാടിയില്ല. അത് ശരി.
അപ്പോൾ ഒരു 7:15 ആയപ്പോൾ ഡിക്ലെയർ ചെയ്തു കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാളെന്ന്. അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് പ്രവാസികൾ ഗൾഫിൽ നിന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒമാനിൽ നാളെ തന്നെ അല്ലേ പെരുന്നാൾ? നാളെ തന്നെ, എല്ലായിടും നാളെ തന്നെ. സാധാരണ ഗൾഫിൽ മുന്നെയാണ് വരണതല്ലേ? ആ, കേരളം അവർക്ക് 30 നോമ്പ് കിട്ടി, എല്ലാം നോമ്പ് കിട്ടി. ഒമാൻ നമ്മളൊപ്പമായിരുന്നു നോമ്പ് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ പ്രവാസികൾക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൻ്റെ വക ഈദ് മുബാറക്ക് നമ്മൾ നേരുകയാണ്. ലക്ഷദ്വീപിന് നാളെ ആയിരിക്കും. ലക്ഷദ്വീപിന് നാളെ ലക്ഷദ്വീപ് ആൻഡമാൻസിലൊക്കെ നാളെ ആവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത് അരിയെല്ലാം നമ്മൾ ഇത് കൊടുത്തില്ലേ, അത് നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് മുന്നേ നമ്മൾ കൊടുത്താൽ മതിയല്ലേ? പിറകണ്ടിനും പിറകണ്ട് കഴിഞ്ഞിട്ട് പെരുന്നാൾ നമസ്കാരത്തിന് മുന്നേ കൊടുക്കണം. അപ്പൊ അത് കൊടുത്തു. എന്താണ് പെരുന്നാളാ? അപ്പൊ അതൊക്കെ നമ്മൾ ഫിത്ർ സക്കാത്തിന്റെ അരിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം നമുക്ക് 6 ആളുടെ ഉണ്ടായിരുന്നു അല്ലേ അമ്മ? 6 ആളെ പങ്കുണ്ടായിരുന്നു അല്ലേ കൊടുക്കാൻ? കുട്ടീൻ്റെതും ഉണ്ടല്ലോ, അങ്ങനെ മൊത്തം 6 ആളത്. അപ്പൊ ഏതായാലും ഒന്നുമില്ല, 6 ആയി. ഇനി 7 ആവും, 8 ആവും, 9 ആവും, 10 ആവും. ചക്കരെ 7 ആവും, 8 ആവും, 9 ആവും, 10 ആവും. റമീസ് കെട്ടുമ്പോ 7 ആവും, റമീസിന് കുട്ടിയാകുമ്പോ 8 ആവും, ഞമ്മക്ക് അടുത്തതാകുമ്പോ 9 ആവും, റമീസിന് അടുത്താകുമ്പോ 10 ആവും. അങ്ങനെ നമ്മളെ വീടൊരു പഞ്ചായത്തായിട്ട് തന്നെ പ്രഖ്യാപിക്കും. നിജാസ് ഇല്ല എന്നുള്ള നമ്മളെ വീട്ടുപേരില്. അതെ, അവിടെ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ തന്നെ അംഗനവാടി തുടങ്ങാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. നാളെ ഇവിടെ കൊടുത്താൽ ഒരു സ്ഥലത്ത് കൊടുത്താൽ അതറിയാലോ. നാളെ നമുക്ക് എത്ര മണിക്കാണ് അപ്പൊ നിസ്കാരം? 8:30-ക്കല്ലേ? പക്ഷെ ഗൾഫിലൊക്കെ എത്ര മണിക്കാണെന്ന് അറിയാം നമുക്ക്? രാവിലെ കഴിയും. 6 മണി, 5:30 മണി, 6 മണിയൊക്കെ ആകുമ്പോൾ നമസ്കാരം കഴിയും. പിന്നെ നാളത്തേക്ക് ദിവസത്തിന് വേറെ പ്രത്യേകത ഉണ്ട്. യൗമുൽ ജുമുഅ കൂടിയാണ്. യൗമുൽ ജുമുഅ കൂടി ആയതുകൊണ്ട് രാവിലെ പെരുന്നാൾ നമസ്കാരം, അത് കഴിഞ്ഞ് പിന്നെ പെരുന്നാൾ ജുമാ നമസ്കാരത്തിനും പോകണം. അപ്പൊ 2 ദിവസം എന്ത് ചെയ്യാം? 2 നേരമായിട്ട് എന്ത് ചെയ്യാം? അത് വലിയ പെരുന്നാളാണ്. അത് വലിയ പെരുന്നാളാണ്. അങ്ങനെ വരില്ല. പക്ഷേ 50 നാളാകുമ്പോ അതൊക്കെ തവക്കൽത്തു അലല്ല. അപ്പൊ ചക്കര ഉമ്മനെ വിളിച്ചില്ല? ചക്കരെ എന്താ പറയണ ഉമ്മ? അപ്പോഴും വിളിച്ചില്ലേ? ഞാന് പറയും പോലെ ഞാനപ്പോ പുറത്തായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, പിറ കണ്ടിട്ട് നിങ്ങളെ വിളിക്കാൻ വേണ്ടി ഉമ്മനെ വിളിച്ചപ്പോ ഉമ്മ നമ്പർ ബിസി, ചക്കരെ വിളിച്ചപ്പോ ചക്കര നമ്പർ ബിസി. ഞാൻ കരുതി ഇനി ഉമ്മായും മോനോട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുന്ന. എവിടെ എത്തിന്നറിയാന്, പെരുന്നാള് എന്ന് പറയാന് വിളിച്ചത്. ചക്കര ഉമ്മാനെ വിളിച്ചോണ്ടിരിക്കുന്നു. അത് ശരി. കുറച്ചു നേരം നൗഫലെ വിളിച്ചായിരുന്നു, നൗഫലെ വിളിച്ച് സംസാരിച്ചായിരുന്നു. അറിഞ്ഞില്ലല്ലേ? വാർത്ത നോക്കിക്കൊണ്ടിരിക്കണല്ലേ? അല്ല, ഞാനും അപ്പോൾ ജംഗ്ഷനിൽ നിൽക്കായിരുന്നു. അപ്പൊ കടയിൽ അവിടെ നിൽക്കായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ മൊബൈൽ നോക്കിയപ്പോൾ വാർത്ത നോക്കിയപ്പോൾ അപ്പോഴും വന്നതേ ഉള്ളൂ ന്യൂസ്. ഇപ്പൊ ആ സ്പോട്ടിലായിരുന്നു വന്നത്. അപ്പോഴും ഞാൻ കടയിൽ നിന്നോടത്തൊക്കെ പറഞ്ഞപ്പോൾ അവരും അപ്പോഴാണ് അറിയുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ ആയിരുന്നു. അപ്പോഴും അവിടെ ഇരുന്നവരൊക്കെ ഞാൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് നമ്മൾ 21-ാം തീയതി മുന്നേ എടുത്തു. അപ്പൊ നമ്മളെ കണക്ക് കൂട്ടിയത് വെള്ളിയാഴ്ച പെരുന്നാളായാലും ശനിയാഴ്ച നമുക്ക് അത് കഴിഞ്ഞ് പോകാനായിരുന്നു. പക്ഷേ പിന്നെ കുറച്ചുകൂടി ദിവസങ്ങൾ എടുത്തപ്പോൾ ശനിയാഴ്ച പെരുന്നാളാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ 2 സ്ഥലത്തും പെരുന്നാൾ കിട്ടിയാനെ ഇല്ലേ ചക്കരെ? പക്ഷെ ഇവിടുന്ന് ഉച്ചക്ക് ട്രെയിനില് ഉച്ചക്ക് എന്നാ ഇവിടെ ഇപ്രാവശ്യത്തെ എന്നാ ഉച്ചക്കത്തെ പിന്നെ പരിപാടിയൊക്കെ ട്രെയിനിലായേനെ. ഈ വർഷത്തെ പെരുന്നാൾ ട്രെയിനിലായേനെ. കണ്ടു. ഓക്കെ, അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പെരുന്നാളൊക്കെ അങ്ങനെ നമ്മുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അതിൻ്റെ പേര് എന്താണ് ഇനി? ഒരാളെ അല്ലാ നോക്കിക്കാണ് മക്കളെ, മൈലാഞ്ചി പൊളിച്ചിടണ്, മൈലാഞ്ചി പൊളിച്ചിടണ്. നോക്കാ കുരുത്തക്കേട് കാണിക്കണ്. നോക്കാ ചെറിയ ചെറിയ കുരുത്തക്കേടൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കുരുത്തക്കേടൊക്കെ ഉണ്ട്. നാളേക്കാവും.
അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ പെരുന്നാളും വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈദ് മുബാറക്ക് ഒരിക്കൽ കൂടി നമ്മൾ ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ 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 ബൈ. എല്ലാവർക്കും ഈദ് മുബാറക്ക് ഗൈസ്.